ആണവ ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹോമി ജെ ഭാഭയെ പോലുള്ളവർ തുടങ്ങിവെച്ച പദ്ധതി ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ച് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഹോമി ജെ ഭാഭയുടെ മരണം അത് ഇന്നും ദുരൂഹമായി തുടരുകയാണ്. അദ്ദേഹത്തെ വിദേശ ശക്തികൾ, വിദേശ ഏജൻസികൾ ദുരൂഹമായ സാഹചര്യത്തിൽ അപകടത്തിൽപ്പെടുത്തിയതാണെന്നുള്ള കോൺസ്പിറസി തിയറികൾ പോലുമുണ്ട്. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്ത്യയുടെ ആണവ പദ്ധതിയെക്കുറിച്ചും നമ്മുടെ തോറിയം നിക്ഷേപത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരു ലെജൻഡായിരുന്നു അദ്ദേഹം. അദ്ദേഹം തുറന്നിട്ട വഴിയിലൂടെയാണ് പിന്നീട് മഹാന്മാരായ നമ്മുടെ ശാസ്ത്രജ്ഞർ സഞ്ചരിക്കുകയും ഇന്നിപ്പോൾ വലിയ നേട്ടങ്ങളിലേക്ക് വരെ നമ്മുടെ രാജ്യത്തെ കൊണ്ട് എത്തിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, വിശേഷിച്ച് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ പോലും ഇന്ത്യയുടെ നേട്ടത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്നത് കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി, സന്തോഷം തോന്നി. നമ്മുടെ രാജ്യത്തെ തരം കിട്ടുമ്പോഴെല്ലാം വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ എഴുതുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്താൻ കാരണം അത്രയും വലിയ പുരോഗതി പല മേഖലയിലും നമ്മൾ കൈവരിക്കുന്നതുകൊണ്ടാണ്. കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ശരിക്കും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ടെക്നോളജി രംഗത്തെ ഏറ്റവും വലിയ മികവിൻ്റെ ഉദാഹരണമാണ്. ആണവോർജ മേഖലയിൽ തന്നെ ചരിത്രപരമായ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ഇത് ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാരണമായിട്ടുണ്ട്. പല അമേരിക്കൻ മാധ്യമങ്ങളും ഇത് എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ സ്വാധീനം എത്രത്തോളം ഈ ലോകത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും മുഖ്യധാരയിലുള്ള പല അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും ഈ വാർത്ത കൊടുക്കേണ്ടി വരുന്നുണ്ട്. യൂറോപ്യൻ മാധ്യമങ്ങളടക്കം ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഇന്ത്യ നേടിയത്? ഇപ്പോഴും പലർക്കും സംശയമാണ്. ചൈന, അമേരിക്ക, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ സാങ്കേതിക വിദ്യയിലെ അതികായകന്മാർ എന്ന് കരുതുന്ന പല രാജ്യങ്ങൾക്കും കഴിയാത്തത്, അവരൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്, അവരൊക്കെ പരാജയപ്പെട്ടത് ഇന്ത്യ വിജയിപ്പിച്ചു കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇതൊരു വലിയ വിജയമാകുന്നത്? ഈ സാധാരണ റിയാക്ടറുകളിൽ വെള്ളമാണല്ലോ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ദ്രവരൂപത്തിലുള്ള സോഡിയമാണ് ഉപയോഗിക്കുന്നത്. വായുവുമായിട്ടോ വെള്ളവുമായിട്ടോ സമ്പർക്കത്തിൽ വന്നാൽ ഉടൻ തീ പിടിക്കുന്ന ഒന്നാണ് സോഡിയം. ഇത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സങ്കീർണവും ദുഷ്കരവുമായ പ്രവൃത്തിയാണ്. അപ്പോൾ യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ജപ്പാൻ അവരുടെ മോഞ്ചു റിയാക്ടർ സോഡിയം ചോർച്ചയും തീപിടുത്തവും കാരണം അടച്ചുപൂട്ടേണ്ടി വന്നൊരു രാജ്യമാണ്. അവർ ഈ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ഇതുപോലൊരു ഒരു റിയാക്ടർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് പരാജയപ്പെടുകയും ചെയ്തു. ഫ്രാൻസും അമേരിക്കയും ഇതേപോലെ തന്നെ സാങ്കേതിക തകരാറുകളും വലിയ സാമ്പത്തിക ചെലവും കാരണം ഇത്തരമൊരു പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ ഒരു സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്? ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റിയാക്ടർ അഥവാ ബ്രീഡിംഗ് ടെക്നോളജിയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ആണവ സാങ്കേതിക വിദ്യ ലിക്വിഡ് മെറ്റൽ കൂൾഡ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ടെക്നോളജി. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ റിയാക്ടറുകൾ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ഈ ഇന്ധനത്തെ കത്തിച്ച് തീർക്കുകയുമാണ് ചെയ്യുക. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനത്തെ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറാണ്. ഇന്ത്യയുടെ 3 ഘട്ട ആണവ പദ്ധതി നമ്മുടെ ഹോമി ജെ ഭാഭ അടക്കമുള്ളവർ സ്വപ്നം കണ്ടൊരു പദ്ധതിയാണ്. ഈ 3 ഘട്ട ആണവ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഘട്ടമാണിത്. ഈ ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ധാരാളം നിക്ഷേപമുള്ള തോറിയം ഉപയോഗിക്കാനുള്ള ഒരു എൻട്രി കൂടിയാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു വാതിൽ കൂടിയാണ്. ഇന്ത്യയുടെ പക്കൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുണ്ട്. തോറിയം നേരിട്ട് നമുക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ യുറേനിയം 233 ആക്കി മാറ്റണം, അല്ലെങ്കിൽ 233 ആയിട്ട് മാറ്റണം. ഇങ്ങനെ മാറ്റാനായിട്ട് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വളരെ അത്യാവശ്യമാണ്. ഈ സാങ്കേതിക വിദ്യ വിജയിച്ചതോടെ ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴിയാണ് തുറന്നു കിട്ടുന്നത്. അടുത്ത 200 മുതൽ 700 വർഷത്തേക്ക് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഈ തോറിയം നിക്ഷേപത്തിന് കഴിയും, അല്ലെങ്കിൽ തോറിയം കൊണ്ട് സാധിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയൊരു കണ്ടെത്തലാണ്. നമ്മുടെ രാജ്യം ആണവായുധം വികസിപ്പിച്ച് ലോകത്തെ ഞെട്ടിച്ചതുപോലെ
ചന്ദ്രനിലും ചൊവ്വയിലും പേടകങ്ങളെ അയച്ച് ഞെട്ടിച്ചതുപോലെ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ച് ലോകത്തെ അമ്പരപ്പിച്ചതുപോലെ ഇപ്പോഴിതാ വീണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ചന്ദ്രനിലേക്ക് പേടകത്തെ അയക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ആദ്യ ദൗത്യത്തിൽ തന്നെ പേടകത്തെ എത്തിക്കാൻ മാത്രമല്ല, നമുക്ക് അമേരിക്കയ്ക്കും ജർമ്മനിക്കും ജപ്പാനും ചൈനയ്ക്കും ഒക്കെ കഴിയാത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും എന്നാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് ശേഷം ഇത് ഡെവലപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ മാത്രം രാജ്യമാണ് നമ്മൾ. അതുകൊണ്ടാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ, ഗൾഫ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങൾ, DW പോലെയുള്ള മാധ്യമങ്ങൾ ഒക്കെ ഇത് കവർ ചെയ്യുന്നത്. ശരിക്കും പല മാധ്യമങ്ങളും രാജ്യങ്ങളും നേതാക്കളും എക്സ്പേർട്സും ഞെട്ടലോടെയാണ് ഇന്ത്യയുടെ ഈ നേട്ടങ്ങളെ കാണുന്നത്. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ചെറിയ വാർത്തകൾ കൊടുത്ത് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊരിക്കലും മറ്റൊരു രാജ്യം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കഴിയാത്തത് ഇന്ത്യയെപ്പോലൊരു രാജ്യം ചെയ്തു എന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് പോലെയാണ്. ഭാവിയിൽ നമുക്ക് നോക്കാം, അവർക്കും ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.